ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 145 സങ്കീർത്തനം 14 വാക്യം. വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. നമ്മുടെ ദൈവം ആരാണ്? വീഴുന്നവരെ താങ്ങുകയും കുനിഞ്ഞിരിക്കുന്നവരെ കരം പിടിച്ച് ഉയർത്തുകയും ചെയ്യുന്ന ഒരു ദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന്മേൽ വീണു പോകത്തക്ക നിലയിൽ നിങ്ങൾ തകർന്നിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ കരത്തെ പിടിച്ച് ഉയർത്തുന്ന ദൈവമാണ്. സ്തോത്രം. നിങ്ങൾ ചില വിഷയങ്ങൾ ഓർത്ത് നിങ്ങൾ ഭാരത്താൽ നിങ്ങൾ തലകുനിച്ചു പോയവരാണോ? ദൈവം നിങ്ങളുടെ തലയെ ഉയർത്തുന്നവനായ ദൈവമാണ്. ഇന്ന് പൽക്കാലം ആരുടെയും മുമ്പിൽ തല കുനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിങ്ങളുടെ കരത്തെ പിടിച്ച് ഉയർത്തും. ദൈവം നിങ്ങൾക്ക് പ്രത്യാശ നൽകും. ദൈവം നിങ്ങൾക്ക് ബലം നൽകും. അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കെ. കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ. കർത്താവ് നിങ്ങളെ കുനിഞ്ഞ അവസ്ഥയിൽ നിന്നും ദൈവം ഉയർത്തിക്കൊണ്ടുവരട്ടെ. ഈ പ്രഭാതത്തിൽ അതിനായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. വീഴുന്നവരെ ഉയർത്തുന്ന ദൈവം. ശത്രു തള്ളി വീഴുവാൻ തക്കണം നമ്മെ തള്ളി, പക്ഷേ സംഗീതക്കാരൻ പറയുന്നു, അവൻ എന്നെ ബലമുള്ള കൈക്കീഴിൽ അവനെ കരം കൊണ്ട് എന്നെ പിടിച്ചു. ദൈവം ക്രിസ്തു, ഞാൻ താണകുഴിയിലെ കുഴങ്കചേറ്റിലുമായിരുന്നു, അവന്റെ കരം പിടിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ നിർത്തി. അതേ യോസഫിന്റെ സഹോദരന്മാർ യോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് തന്നെ തകർത്ത് കളയാൻ പദ്ധതിയിട്ടെങ്കിലും ദൈവം അവിടുന്ന് ഉയർത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ സഹോദരന്മാരുടെ മധ്യത്തിൽ, നിങ്ങളുടെ ആത്മീക മണ്ഡലങ്ങളിലും നിങ്ങളുടെ മറ്റെല്ലാ മേഖലകളിലും ദൈവം നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്. വിശ്വസിക്കുക. കർത്താവിന്റെ കാര്യങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഉയർച്ചയ്ക്കായി താഴ്ത്തി കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.